ഞാൻ ഡോക്ടർ സുനിൽ പോൾ, ഓർത്തോപെഡിക് സർജനാണ്. ഞാൻ നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയാണ് കൂടുതലായിട്ടും ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ഇതൊരു സ്കെൽറ്റണാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ലംബോസൈക്കിൾ റീജിയൻ, വയറ്, നട്ടെല്ല്, അരക്കെട്ടിൻ്റെ ഭാഗം. ഈ ഡിസ്ക് നല്ല തിക്കായിട്ടുള്ള സമയത്താണ് ഡിസ്ക് പ്രൊലാപ്സ് ചെയ്യാനും അങ്ങനെ സർജറിയൊക്കെ കൂടുതലായിട്ടും ചെറുപ്പക്കാർക്ക് വേണ്ടി വരിക. ജസ്റ്റ് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനായിട്ട് ഞാൻ ജസ്റ്റ് ഈ മോഡലൊന്ന് കാണിക്കാം. നമ്മൾ ഇവിടുന്ന് 2 കശേരുക്കൾ ഇങ്ങനെ മാറ്റുവാണെങ്കിൽ ഡിസ്ക് ഇതുപോലെ ഇരിക്കും. ഇതിൻ്റെ അകത്ത് നല്ല ജെല്ലി പോലത്തെ ഒരു ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറഞ്ഞ നല്ലൊരു ജലാംശമുള്ളൊരു ജെല്ലിയുണ്ട്. അതിന് ചുറ്റും ആനുലസ് ഫൈബ്രോസസ് എന്ന് പറയുന്ന ഒരു നല്ലൊരു കവറിംഗ് ഉണ്ട്. ഡിസ്ക് ഞാൻ ഞെക്കുവാണെങ്കിൽ അത് ബൾജാവും, വിടുവാണെങ്കിൽ നോർമൽ പൊസിഷനിലേക്ക് വരും. അങ്ങനെയാണ് നമുക്ക് നല്ല ഫ്ലെക്സിബിളായിട്ട് നമുക്ക് കുനിയാനും നിവരാനൊക്കെ പറ്റുന്നത്. പക്ഷേ ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇരിപ്പ് ജോലികളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് പരിചയമില്ലാതെ വെയിറ്റ് പൊക്കുന്നവർക്കൊക്കെ ഈ ഡിസ്കിന് അമിതമായൊരു ലോഡ് വന്നു കഴിഞ്ഞാൽ ഡിസ്ക് ചിലപ്പോൾ പങ്ക്ചറാവും, ടയറൊക്കെ പങ്ക്ചറാവുന്ന പോലെ. അപ്പം അതിൻ്റെ ആ ലോഡ്, അതിൻ്റെ ഡാമേജ് വന്നതനുസരിച്ച് ഡിസ്ക് ബൾജാവാം. ചിലപ്പോൾ ഡിസ്കിൻ്റെ ഉള്ളിലെ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ പുറത്തേക്ക് വന്ന് അതിനാണ് ഡിസ്ക് തള്ളുക എന്നൊക്കെ പറയുന്നത്. അത് വന്ന് നെർവിനെ, അതായത് നട്ടൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഞരമ്പുകളെ, അത് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട ഞരമ്പാണ്, അത് കൈകളിലേക്കും കാലുകളിലേക്കും ഒക്കെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നട്ടലും അരക്കെട്ടും കൂടെ ചേരുന്ന ഭാഗത്ത്, ഏറ്റവും കൂടുതൽ ലോഡ് വരുന്ന ഭാഗത്താണ് ഈ ഡിസ്ക് തള്ളാനായിട്ടുള്ള സാധ്യത. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു സർജറിക്ക് മുമ്പ് അല്ലെങ്കിൽ ആയുർവേദ ചികിത്സ വേണമെന്നുള്ളതിന് അറിയുന്നതിന് മുമ്പ് റെഡ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് പേഷ്യൻറ്റിന് ഡേഞ്ചറായിട്ട് എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ മുൻകൂട്ടി അറിയണം. അതിന് MRI സ്കാൻ ഇപ്പോൾ വളരെ സുലഭമായിട്ട് എല്ലായിടത്തും ചെയ്യാവുന്നതാണ്. MRI സ്കാൻ ഹെൽപ്പ് ചെയ്യും. അതിൽ നമുക്ക് ക്യാൻസർ, ട്യൂമർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ ഡിസ്ക് പ്രൊലാപ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് ആയുർവേദം ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതിൽ തന്നെ ഈ ഡിസ്ക് എക്സ്ട്രൂഷൻ, അതായത് ആദ്യത്തെ സ്റ്റേജും രണ്ടാമത്തെ സ്റ്റേജൊക്കെ ക്രോസ് ചെയ്തിട്ട് ഡിസ്ക് കംപ്ലീറ്റ്ലി തള്ളി വന്ന് നെർവിൻ്റെ അടിയിലോട്ട് കയറിയിരിക്കുന്ന ഒരു ഡിസ്ക് ആണെങ്കിൽ അത് അവിടെ ഇരുന്ന് രോഗിക്ക് കണ്ടമാനം ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് തന്നെ ആ ഞരമ്പിൻ്റെ തളർച്ചയിലേക്കും പ്രത്യേകിച്ച് പാദത്തിൻ്റെ ബലക്കുറവിലേക്കൊക്കെ അത് നയിക്കാം. ഒരു പക്ഷേ അത് ഈ ബവൽ ബ്ലാഡർ ഇൻകൺട്രോൾ, അതായത് നമ്മുടെ മലമൂത്ര വിസർജനത്തിനെ തന്നെ ബാധിച്ചുകൊണ്ട് ഒരു 1 or 2% ആൾക്കാർക്ക് കോഡ ഇക്വന സിൻഡ്രോം എന്നുള്ള ഒരു എമർജൻസി കണ്ടീഷനായിട്ട് അത് വരാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ ഞാൻ പറയും സർജറിയാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്കത് ഈസി ആയിട്ട് സർജറി കൊണ്ട് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ സർജറിക്കും അതുപോലെ തന്നെ ഈ മരുന്നുകൾക്കും ഇടയിലുള്ള ഒരു ലാർജ് ഏരിയ ഉണ്ട്. അതൊരു വളരെ കൺഫ്യൂസിങ് ഏരിയയാണ്. ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ ആയുർവേദിക് മസാജ്, അങ്ങനെയുള്ള തെറാപ്പികൾ ഇൻവോൾവ് ആവുന്ന ഒരു ഘട്ടമുണ്ട്. അത് എങ്ങനെ വേണമെന്നുള്ള ഡിസിഷൻ ഞങ്ങളിവിടെ എടുക്കുന്നത് പേഷ്യൻറ്റിനെ കിടത്തി തന്നെ പരിശോധിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ലെവൽ മാർക്ക് ചെയ്ത് ഏത് ലെവലിൽ നിന്നാണ് അവർക്ക് സോഴ്സ് ഓഫ് പെയിൻ വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റും.